കഴിഞ്ഞ ചൊവ്വാഴ്ച ആലുവ സെമിനാരിൽ പോകാൻ വേണ്ടി പ്രൈവറ്റ് ബസ്സിൽ കയറി. ടൗൺ ഹോൾ സ്റ്റോപ്പിലെത്തിയപ്പോൾ കണ്ടക്ടർ ചാടി ഇറങ്ങി അവിടെയുള്ള പരമാര ടെമ്പിളിൻ്റെ മുന്നിലുള്ള പൂക്കടയിൽ നിന്നൊരു പൂമാല വാങ്ങിച്ചിട്ട് ബസ്സിനകത്ത് വെച്ചിട്ടുള്ള ദൈവത്തിൻ്റെ രൂപത്തിന് അയാൾ ചാർത്തി. അത് രാവിലെ അതിലൂടെ പോകുന്ന ബസ്സുകൾ ഫസ്റ്റ് ട്രിപ്പായിരിക്കും മിക്കവാറും. അവരവിടെ നിന്നാണ് പൂമാല വാങ്ങിച്ചിട്ടിങ്ങനെ ദൈവത്തിന് പൂമാല ചാർത്തുന്നത്. അത് ഏത് ദൈവമായാലും അവരിങ്ങനെ പൂമാല ചാർത്തുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടക്ടർ പൂമാല ചാർത്തി കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കാഴ്ചയിൽ ഒട്ടും വൃത്തിയില്ലാത്തൊരു മനുഷ്യൻ, ഒരു 19 വയസ്സ് തോന്നിക്കും. അയാൾ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഭിക്ഷ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടക്ടർ അയാളെ കണ്ണ് പൊട്ടുന്ന രീതിയിൽ തെറി പറഞ്ഞു. അടുത്ത സ്റ്റോപ്പ് എത്തിയപ്പോൾ ലിറ്ററലി ഈ മനുഷ്യനെ തള്ളി താഴെ ഇറക്കി വിട്ടു. ആ സമയത്ത് ഈ കണ്ടക്ടർ ദൈവത്തിന് ചാർത്തിയ പൂമാലയിലേക്ക് ഞാൻ നോക്കി. ശരിക്കും എനിക്കത് റീത്ത് പോലെ തോന്നി. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ ഗലീലയിൽ പ്രവർത്തിച്ചപ്പോൾ ആൾക്കാരെല്ലാവരും അവനെ പ്രശംസിച്ച് പറയാണ്, പുകഴ്ത്തി പറയാണ്. ആൾക്കാർ പൂമാലയിടാണ് ഈശോയ്ക്ക്. പിന്നീട് ഈശോ താൻ വളർന്നു വന്ന നഗരമായ നസ്രത്തിലെത്തിയപ്പോൾ സിനഗോഗിൽ ഈശോയ്ക്ക് നൽകപ്പെട്ട ദേശീയ പ്രവാചകൻ്റെ പുസ്തകമാണ്. അപ്പോൾ ഈശോ ഇങ്ങനെ വായിച്ചു: ദരിദ്രരോട് സുവിശേഷം പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. കഴിഞ്ഞിട്ട് ഈശോ ഇങ്ങനെ പറഞ്ഞു: ഇന്ന് നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇത് എന്നിൽ നിറവേറിയിരിക്കുന്നു. അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അവർ പറഞ്ഞു, ഇവനാ ജോസഫിൻ്റെ മോനല്ലേ. ഈശോയ്ക്ക് അവർ കൊടുക്കുന്ന റീത്താണ്. നമ്മൾ ദൈവത്തിന് ചാർത്തുന്നത് പൂമാലയാണോ അല്ലെങ്കിൽ റീത്താണോ?